പ്രൈസ് ദി ലോർഡ്. ഹെൽപ്മീൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി യൂട്യൂബിൽ ഹെൽപ്മീൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ റെസിപ്പി അല്ല. ഇവിടെ ബോംബെയിൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു തട്ടുകടയിൽ ഞങ്ങൾ പോയപ്പോൾ എടുത്ത വീഡിയോയായത്. ഇത് മസാല ദോശയാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത്. അതായത് 50 തരത്തിലുള്ള ദോശകളാണ് ഇവിടെ കിട്ടുന്നത്. വളരെ ഫേമസ് ആണ്. നല്ല ഡിഷുകളാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കിട്ടുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല റഷുള്ള ടൈമായിരുന്നു. എപ്പോഴും ഇവിടെ അങ്ങനെ തന്നെ നല്ല തിരക്കാണ്. ചെന്ന് നമ്മൾ 20-25 മിനിറ്റൊക്കെ നിന്നാലാണ് നമുക്ക് സാധനം കിട്ടുന്നത്. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. പക്ഷെ നല്ല ടേസ്റ്റി ആയതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കുന്നത്. ഞാൻ അതിൻ്റെ സ്പെഷ്യൽ റെസിപ്പി വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. കാരണം അത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അത്ര ഫ്രീ ടൈം അല്ലായിരുന്നു. നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുന്നത് നമ്മുടെ ഹെൽപ്മീലോഡിൽ തന്നെ ആയത് കാരണം ഇത് ഒരു ഫുഡ് ഐറ്റം ആണല്ലോ. അതുകൊണ്ട് ഇതിനകത്ത് ഇടുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ചാനലുണ്ട് വ്ളോഗിങ്ങിന് വേണ്ടി, ബ്ലെസ്സഡ് ലൈഫ് ബെൻസീസ് വ്ളോഗ്. മറ്റുള്ള വീഡിയോകൾ ഞാൻ അതിനകത്തെ അപ്ലോഡ് ചെയ്യൂ. കുക്കിംഗ് റിലേറ്റഡ് മാത്രം ഈ ഹെൽപ്മീലോഡിലും. അപ്പൊ ഇദ്ദേഹമാണ് ഈ കടയുടെ ഓണർ. 25 വർഷമായി ഇവിടെ ബോംബെയില്, തിരുവനന്തപുരം. ഇതെല്ലാം തിരുവനന്തപുരം. കൂടെ ഉള്ളവരും തിരുവനന്തപുരംകാരാ. ഞാൻ ഇവിടെ ശ്രീനഗറിൽ ഇത്രയും നാൾ കഴിച്ചതിൽ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ കിട്ടുന്നത് ഇവിടുന്ന്. രാവിലെ വന്നാൽ ഉഴുന്നുവടയും ഇഡലിയും കിട്ടും. വൈകിട്ട് ഏത് ടൈപ്പ് വേണേലും മസാല ദോശ കിട്ടും. ശ്രീനഗർ എന്നുള്ള മലയാളത്തിൽ നിന്ന് മലയാളികളെ ഏറ്റവും നല്ല ഒരു മനുഷ്യനാണ് ഇത്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് സാദാ മസാല ദോശ, ചോപ്സി മസാല ദോശ, ഷെസ്വാൻ മസാല ദോശ, മൈസൂർ മസാല ദോശ. ഇവിടെ പൊതുവെ മലയാളികൾ മാത്രമല്ല, ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ്. അതുണ്ടാക്കുന്നവരടുത്ത് നമുക്ക് റെസിപ്പി ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള ടൈം പോലുമില്ല. പക്ഷേ നന്നായിട്ട് സഹകരിച്ചു. അതിൻ്റെ ഓണറാണെങ്കിലും വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇടയ്ക്ക് നല്ല രസം തോന്നിയത് ഈ ഉണ്ടാക്കുന്ന ആ പുള്ളിക്കാരനുണ്ടല്ലോ, ചട്ടുകമിട്ട് കറക്കുന്ന ഒരു രീതിയുണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ. രാത്രി 11 മണി വരെ ഇതുണ്ട്. 1 മിനിറ്റ് പോലും ഇവർക്ക് റെസ്റ്റ് ഇല്ല. ഇത് എന്താ പേര്?
ഇനിയും വരും. തീർച്ചയായും. റെസിപ്പി ഉൾപ്പെടെ പറ്റുമെങ്കിൽ എങ്ങനെയും ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരാം. ഏറ്റവും നല്ലതായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. മിക്കവാറും വരുന്നതാ, ഇനിയും വരും. അപ്പോൾ ചെയ്തു തന്ന രണ്ടുപേർക്കും താങ്ക്സ്. അപ്പോൾ ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. എനിക്കറിയാം നല്ല രീതിയിൽ ഈ വ്ളോഗ് ശരിയായിട്ടില്ല, ആദ്യമായിട്ടുള്ള ഒരു ശ്രമമാണ്. ക്രമേണ ഞാൻ കഴിവതും നന്നാക്കാൻ ശ്രമിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് പുറത്ത് പോയി ഫുഡിൻ്റെ റിവ്യൂ ഒക്കെ എടുക്കാനായിട്ടൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ബോംബെയിലെ കാഴ്ചകളൊക്കെ കാണിക്കണേന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്തുവന്നേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.